ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ആനയറയിലുള്ള KSRTC സ്വിഫ്റ്റിൻ്റെ ടെർമിനലിലാണ്. അപ്പോൾ നമ്മൾ ഓരോ വട്ടം ഇവിടെ വരുമ്പോഴും ഓരോ പുതിയ ബസ്സുകളാണ് പരിചയപ്പെടുത്താറല്ലേ. അതേപോലെ തന്നെ ഇത്തവണയും KSRTC സ്വിഫ്റ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ബസ് ട്രിവാൻഡ്രം സിറ്റി സൈറ്റ് സീയിങ്ങിനായിട്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഒരുവിധം ഓട്ടോമൊബൈൽ ഫീൽഡിലായാലും ഒരുവിധം എല്ലാം ഇലക്ട്രിക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രിക് വാഹനങ്ങൾ ഇപ്പോൾ 2 വീലേഴ്സ് ആയാലും 4 വീലേഴ്സ് ആയാലും ഈ പറഞ്ഞ പോലെ കമേഴ്ഷ്യൽ വെഹിക്കിൾസ് ആയാലും എല്ലാത്തിലും ഒരു ഇലക്ട്രിക് മയം വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതേപോലെ തന്നെ ഇപ്പം ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് നമ്മളുടെ സിറ്റി സൈറ്റ് സീയിങ്ങിന് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു റെഗുലർ അശോക് ലൈലാൻഡ് ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. അത് നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ വർക്ക്സിൽ തന്നെ റൂഫ് അല്ലെങ്കിൽ ടോപ്പ് കട്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരു ബസ്സാണ്. അതിന് പുറമെ ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ് സ്വിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാടധികം പ്രത്യേകതകളുള്ള ഒരു ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. സ്വിച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ EIV22 എന്ന് പറയുന്ന സീരീസിൽ വരുന്ന ഡബിൾ ഡെക്കർ ബസ്സാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഈ ഒരു ബസ്സിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ട്രിവാൻഡ്രം സിറ്റി സൈറ്റ് സീയിങ്ങിനായിട്ട് സ്വിഫ്റ്റ് ടൈലർ മെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആവശ്യപ്രകാരം ടോപ്പ് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ് എന്ന കോൺസെപ്റ്റിലാണ് ഈ ഒരു ബസ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് എന്ന് പറയുന്ന ബ്രാൻഡ് UK ലീഡ്സ് ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ക്വാർട്ടേഡ് ആയിട്ടുള്ള ബ്രാൻഡാണ്. പക്ഷേ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ത്യൻ ബ്രാൻഡായ ഹിന്ദുജ ഗ്രൂപ്പ് അല്ലെങ്കിൽ അശോക് ലൈലാൻഡ് ഒരു സബ്സിഡറി ബ്രാൻഡാണ് സ്വിച്ച്. സ്വിച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ എർഗണോമിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓണർഷിപ്പ് കോസ്റ്റ് ഏറ്റവും കുറവുള്ള അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഏറ്റവും കുറവുള്ള ഇലക്ട്രിക് ബസ്സുകൾ ലോകത്തിൽ തന്നെ നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡാണ് സ്വിച്ച്. അപ്പോൾ ആ ഒരു ബസ് തന്നെ നമ്മുടെ KSRTC സ്വിഫ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. കുറേ അധികം പ്രത്യേകതകളുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ബസ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ എന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഫേഷ്യലേക്ക് വരുമ്പോൾ ആദ്യം തന്നെ കാണാൻ സാധിക്കും വളരെ പ്ലെയിൻ ആയിട്ട് അല്ലെങ്കിൽ വളരെ വളരെ നീറ്റായിട്ടാണ് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ഈ ഒരു ബസ് ടോട്ടലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ളൊരു ഫ്രണ്ട് ഫേഷ്യയാണ്. നമുക്ക് സ്വിച്ചിൻ്റെ ഒരു ബ്രാൻഡിങ്ങും തൊട്ട് താഴെ ട്രിവാൻഡ്രം സിറ്റി സൈറ്റ് സീയിങ്ങിൻ്റെ ഒരു സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ നവകേരള ബസ്സിന് കണ്ട ഒരു സെയിം കോഫി ബ്രൗൺ അല്ലെങ്കിൽ ആ ഒരു ചോക്ലേറ്റ് ഷെയ്ഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ ഷെയ്ഡ് വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെയാണ്. ഹെഡ് ലാമ്പിൻ്റെ ഏരിയ ഈ ഒരു പോർഷനിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സ്ട്രാ പ്രൊജക്ഷനോ കാര്യങ്ങളൊന്നും വരുന്നില്ല. വളരെ നീറ്റായിട്ട് തന്നെ ആ ഒരു ബോഡിയുടെ ഉള്ളിൽ ഇൻടാക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു റിഫ്ലക്റ്റർ ടേപ്പ് ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ നമുക്കൊരു ഫോഗ് ലാമ്പ് കാണാൻ സാധിക്കും. പ്രൈമറി ഹെഡ് ലാമ്പ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് ആ ഒരു യൂണിറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് യൂണിറ്റാണ്. ഏറ്റവും താഴെയായിട്ട് നമുക്കൊരു ഓറഞ്ച് ബോർഡർ കാണാൻ സാധിക്കും. ഗ്രീൻ ലൈസൻസ് ബോർഡ് കാണാം. ഇലക്ട്രിക് ബസ് ആയതുകൊണ്ട് തന്നെ ഗ്രീൻ ലൈസൻസ് ബോർഡാണ് വന്നിരിക്കുന്നത്. വളരെ നീറ്റായിട്ട് നമുക്ക് ചെറിയൊരു ക്യാരക്ടർ ലൈൻ അല്ലെങ്കിൽ ചെറിയൊരു ബൾജ് മാത്രമേ ഫ്രണ്ടിൽ വരുന്നുള്ളൂ. അതില്ലെന്നുണ്ടെങ്കിൽ വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് ഫ്രണ്ട് ഫേഷ്യയൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ബട്ടർഫ്ലൈ വൈപ്പേഴ്സ് കാണാൻ സാധിക്കും. വിൻഡോ പാനലിലേക്ക് അല്ലെങ്കിൽ ഗ്ലാസ് പാനൽസിലേക്കൊക്കെ വരുമ്പം നമുക്ക് വളരെ ഇൻടാക്റ്റ് ആയിട്ട് നമ്മൾ പുറം രാജ്യങ്ങളിൽ കാണുന്ന ബസ് പോലെ വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് തന്നെ ആ ഒരു പോർഷനൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. LED റൂട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ബോർഡ് നമുക്ക് നടുക്കായിട്ട് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലുള്ള ഗ്ലാസ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 2 പ്രൊട്ടക്ടർ ബാസും 2 സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ബ്രാഞ്ചസോ കാര്യങ്ങളൊന്നും തട്ടാതിരിക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ORVയും കാര്യങ്ങളെല്ലാം ഇൻടാക്റ്റ് ആയിട്ട് ഡ്രൈവറിന് വളരെ നല്ല വിസിബിലിറ്റി, ഗ്രൗണ്ട് വിസിബിലിറ്റി ഒക്കെ നൽകുന്ന രീതിയിൽ തന്നെ എക്സ്ട്രാ ORVയും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈവൻ ഗ്ലാസ് ഏരിയയിലേക്ക് വരുമ്പോഴും ഡ്രൈവറിന് വളരെ കൺവീനിയൻ്റ് ആയിട്ട് 2 സൈഡും, ഇത്രയും വലിയ ബസ്സാണ് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വാഹനമാണ്, അപ്പം വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ സൈഡെല്ലാം മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ നമുക്ക് 6ഓളം ക്യാമറകൾ ഈ ഒരു വാഹനത്തിൻ്റെ അകത്തും പുറത്തുമായിട്ട് വരുന്നുണ്ട്. അപ്പം വളരെ എളുപ്പം ഓടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ബസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് സ്വിച്ചിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയെന്നും പറയുന്നത്. അപ്പോൾ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ടോട്ടൽ ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 9800 mm ആണ്. അതായത് 9800 mm ആണ് ടോട്ടൽ ലെങ്ത് വരുന്നത്. വീൽ ബേസിലേക്ക് വരുമ്പോൾ 4860 mm ആണ് വീൽ ബേസ് വരുന്നത്. ടയേഴ്സിലേക്ക് വരുമ്പം നമുക്ക് 22.5 ഇഞ്ചിൻ്റെ ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ട് ഡിസ്കും റിയർ ഡ്രം ബ്രേക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നടുക്കായിട്ട് നമുക്ക് അശോക് ലൈലാൻഡ് ഒരു ലോഗോ കാണാൻ സാധിക്കും. നമുക്ക് അശോക് ലൈലാൻഡ് ലോഗോ വളരെ കുറച്ച് സ്ഥലത്തേ വരുന്നുള്ളൂ. മെയിനായിട്ട് സ്വിച്ച് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ലോഗോ തന്നെയാണ് ഈ ഒരു ബസ്സിൽ കൂടുതലും വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് വീണ്ടും ഒരു ORVM കാണാൻ സാധിക്കും. ഡ്രൈവറിൻ്റെ ഡോർ ഈ ഒരു പോർഷനിലായിട്ടാണ് വരുന്നത്. അപ്പോൾ ഡ്രൈവറിന് ഈസി ആയിട്ട് കയറാൻ സ്റ്റെപ്പും കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ മിനിമലായിട്ടുള്ള സ്റ്റിക്കർ വർക്ക്സേ തൽക്കാലം ഈ ഒരു ബസ്സിൽ കൊടുത്തിട്ടുള്ളൂ. അത് തന്നെയാണ് ഈ ബസ്സിൻ്റെ ഏറ്റവും അധികം ഭംഗി കൂട്ടുന്നത്. വളരെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളൊരു കളർ കോഡ് അല്ലെങ്കിൽ ഒരു കളർ സ്കീമും അതിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഗോൾഡൻ സ്റ്റിക്കർ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ഭംഗി തോന്നിക്കുന്ന രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. എമർജൻസി എക്സിറ്റിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് ഒരു പോർഷനിൽ നമ്മൾ കണ്ടത്.
അത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ട്രിവാൻഡ്രം സിറ്റി സൈറ്റ് സീയിങ് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റി സൈറ്റ് സീയിങ് എന്നുള്ള സ്റ്റിക്കർ വർക്കും, അതുകൂടാതെ നമുക്ക് അതിന് പുറമെ ഈ പറഞ്ഞ ശംഖുമുഖം, അതേപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം, പാളയം ജുമാ മസ്ജിദ്, അതേപോലെ പാളയം പള്ളി, കോവളത്തിൻ്റെ ഒക്കെ സ്റ്റിക്കർ വർക്ക് കൊടുത്തിട്ടുണ്ട്. ശംഖുമുഖം കൽമണ്ഡപത്തിൻ്റെ സ്റ്റിക്കർ വർക്ക് കാണാൻ സാധിക്കും. അതൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ബസ്സിൻ്റെ ഈ ഒരു സൈഡ് പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ നമുക്കൊരു യെല്ലോ റിഫ്ലക്റ്റർ സ്റ്റിക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. മാർക്കർ ലാംപ്സ് നമുക്ക് ബസ്സിൻ്റെ എല്ലാ സൈഡും അതായത് ഇത്രയും വലിയൊരു വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മൾ റെഗുലർ ബസ്സിൽ കൊടുക്കുന്ന പോലെ മാർക്കർ ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. റിയർ ടയേഴ്സിലേക്ക് വരുമ്പോൾ സെയിം 22.5 ഇഞ്ച് ടയേഴ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും 205 ATR 22.5. അടുത്തതായിട്ട് നമുക്ക് സ്വിച്ചിൻ്റെ ബസ്സുകളിൽ വരുന്ന മറ്റൊരു പ്രത്യേകത റിയർ സസ്പെൻഷൻ എയർ സസ്പെൻഷനാണ് വരുന്നത്. ഫ്രണ്ട് മെക്കാനിക്കലാണ്, പക്ഷേ റിയർ സസ്പെൻഷൻ എന്ന് പറയുന്ന എയർ സസ്പെൻഷൻ. അപ്പോൾ കുറച്ചും കൂടെ റൈഡ് ക്വാളിറ്റി കൂട്ടാൻ അത് സഹായിക്കുന്നതാണ്. ഇവിടെയും ഒരു ഓറഞ്ച് നമുക്കൊരു ബോർഡർ ലൈൻ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വരുമ്പോഴും വളരെ മിനിമലായിട്ടുള്ള 2 ഗോൾഡൻ ലൈൻസ് ആണ് പോയിരിക്കുന്നത്. ബാക്കിയെല്ലാം പ്ലെയിൻ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം എന്താ പറയുക, ബസ് ഇപ്പം ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് എത്തിയിട്ടേ ഉള്ളൂ. ഇനി മിനിമലായിട്ടുള്ള KSRTC സ്വിഫ്റ്റിൻ്റെയും KSRTCയുടെ കുറച്ച് സ്റ്റിക്കർ വർക്ക്സും കാര്യങ്ങളും വരും. എന്നാലും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ബസ്സിൻ്റെ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും ബാക്കിലേക്ക് വരുമ്പം എഗ് ഷേപ്ഡ് ആയിട്ടുള്ള ആ ഒരു ഗോൾഡൻ ലൈൻസും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേരള ഗോഡ്സ് ഓൺ കൺട്രിയുടെ ആ ഒരു നമ്മുടെ ലോഗോ ഈ ഒരു പോർഷനിലായിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ആ ഒരു കളർ സ്കീമും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്ത് തന്നെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ടാണ് നമുക്ക് ബസ് ചാർജ് ചെയ്യാനുള്ള പോർട്സ് വരുന്നത്. 2 ചാർജിങ് ഡോക്സ് അല്ലെങ്കിൽ 2 ചാർജിങ് പോർട്സ് നമുക്ക് ഈ ഒരു പോർഷനിലായിട്ട് കാണാൻ സാധിക്കും. അതാണ് ഈ സ്വിച്ചിൻ്റെ ബസ്സിൻ്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഒരു സിംഗിൾ ഒരു ടൈമിൽ അല്ലെങ്കിൽ അറ്റ് എ ടൈമിൽ നമുക്ക് 2 ചാർജിങ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ 2 ചാർജിങ് സ്ലോട്ട്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം 1.5 മണിക്കൂറിനകത്ത് ഈ ഒരു ബസ് ഫുൾ ചാർജ് ചെയ്യാനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ്. അപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബസ്സിൻ്റെ ടോട്ടൽ റേഞ്ച് അല്ലെങ്കിൽ ഒരു സിംഗിൾ ചാർജിലെ റേഞ്ച് എന്ന് പറയുന്നത് 180 to 240 കിലോമീറ്റേഴ്സ് ആണ് കമ്പനി പറയുന്നത്. അതായത് സ്വിച്ച് പറയുന്നത് ഏകദേശം 240 കിലോമീറ്റർ വരെ ഒരു സിംഗിൾ ചാർജിൽ ഈ ഒരു ബസ് ഓടിക്കാൻ സാധിക്കുന്നതാണ്. അത് തന്നെയാണ് ഈ വണ്ടിയുടെ അല്ലെങ്കിൽ ഈ ബസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത് 231 കിലോവാട്ടിൻ്റെ ഡ്യുവൽ സ്ട്രിംഗ് ബാറ്ററിയാണ്. അതുകൊണ്ട് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു ബസ് നമുക്ക് ലോങ് ഡിസ്റ്റൻസിൽ കൊണ്ടുപോകാൻ സാധിക്കും റെഗുലർ ഇലക്ട്രിക് ബസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചാർജ് ചെയ്യാൻ സാധിക്കും എന്ന് മാത്രമല്ല, നമുക്ക് റേഞ്ചും കൂടുതലാണ്. ഒരു ബസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം, അല്ലെങ്കിൽ ബസ് എന്നൊരു ഫാക്ടർ കൺസിഡർ ചെയ്യുമ്പോൾ 240 കിലോമീറ്റർ എന്നൊക്കെ പറയുന്ന അത്യാവശ്യം നല്ലൊരു റേഞ്ച് തന്നെ ഈ ഒരു ബസ് നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ റിയർ പ്രൊഫൈലിലേക്ക് വരാം. വീണ്ടും നമുക്കൊരു വണ്ടിയുടെ ഒരു പൊക്കം അല്ലെങ്കിൽ ഉയരം കാണാൻ സാധിക്കും. 12 അടിയാണ് ടോട്ടൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹൈറ്റ് നമുക്ക് ബാക്കിൽ കറക്റ്റ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. സ്വിച്ചിൻ്റെ ഒരു ബ്രാൻഡിങ് അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ ലോഗോ ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹിന്ദുജ ഗ്രൂപ്പിൻ്റെ ലോഗോ, ഒരു സിൽവർ ലോഗോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. അതുകൂടാതെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ നമുക്ക് EIV22 എന്ന് പറയുന്ന ബസ്സിൻ്റെ മോഡൽ നമുക്ക് ആ ഒരു ബാഡ്ജിങ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ ഒരു പോർഷൻ ഫ്രണ്ടിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെയാണ് വളരെ നല്ല രീതിയിൽ ഇൻടാക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു ലൈറ്റ് യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇപ്പം ബാക്കിലായാലും ഇൻഡിക്കേറ്ററും ബ്രേക്ക് ലാമ്പും റിവേഴ്സ് ലാമ്പൊക്കെ LED തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ലൈസൻസ് ബോർഡ് ഈ ഒരു പോർഷനിൽ കാണാം. തൊട്ട് താഴേക്ക് നോക്കാൻ നമുക്ക് കാണാം സാധാരണ ബസ്സുകൾ പോലെ ഓപ്പൺ അല്ല, ടോട്ടലി കൺസീൽ ചെയ്താണ് താഴത്തെ ഭാഗം കൊടുത്തിരിക്കുന്നത്. കാര്യം ബാറ്ററിയും മോട്ടറും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ഒരു പോർഷനിലായിട്ടാണ്. അപ്പം ആ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ തന്നെ കൺസീൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും മുകളിലൊരു ഗ്ലാസും റൂട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ബോർഡ് കാണാം. ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡ്രൈവറിൻ്റെ ഫ്രണ്ടിൽ ഒരു മോണിറ്ററിംഗ് സിസ്റ്റം അവൈലബിൾ ആണ്. അപ്പം ബാക്ക് കാണാൻ വേണ്ടി ഒരു ക്യാമറ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് കേരള ഗോഡ്സ് ഓൺ കൺട്രി ആ ഒരു സ്റ്റിക്കർ വർക്ക് ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് കയറാനായിട്ടുള്ള ഡോറ് വരുന്നുണ്ട്. ഫ്രണ്ടിലും ഒരു ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരാം. അതിന് മുന്നേ വീണ്ടും സൈഡിൽ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ പോലെ തന്നെ ട്രിവാൻഡ്രം സിറ്റി സൈറ്റ് സീയിങ് എന്നുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡോറിൽ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ഡോറിലൂടെ അകത്തേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഡെക്കിലേക്ക് പോകാം. അവിടെയാണ് മെയിൻ അട്രാക്ഷൻ. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് താഴത്തെ ഫ്ലോറും കൂടെ ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് മുകളിലോട്ട് പോവാം. അപ്പോൾ താഴേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ വളരെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഒരു റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയേഴ്സ് തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ ലൈറ്റ് പ്രസൻസ്, നല്ല രീതിയിൽ ലൈറ്റ് ക്യാബിനിലേക്ക് കിട്ടുന്ന രീതിയിൽ തന്നെ ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. എർഗണോമിക് ആയിട്ടുള്ള സീറ്റ്സ് ആണ്, കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ്. ഞാൻ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ദൂരയാത്രകൾ പോകാനായാലും വളരെ കംഫർട്ടബിൾ ആയിട്ട് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള സീറ്റ്സ് തന്നെയാണ് ഈ ഒരു ബസ്സിൽ കൊടുത്തിരിക്കുന്നത്. ഗ്രാബ് ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്.
ഈ ഒരു പോർഷനിൽ ഒരു ക്യാമറ കാണാൻ സാധിക്കും ക്യാബിനുള്ളിൽ. ടോട്ടൽ 65 ആണ് ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ബസ്സിൻ്റെ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. 65+D, ഡ്രൈവർ പ്ലസ് 65 പാസഞ്ചേഴ്സ് ആണ് സീറ്റിംഗ് കപ്പാസിറ്റി. നമുക്ക് എമർജൻസി സിറ്റുവേഷനിൽ ഗ്ലാസ് ബ്രേക്ക് ചെയ്യാനുള്ള ഹാമറും കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് സ്വിച്ചസ് കാണാം. അതുകൂടാതെ റൂട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ബോർഡ്സ് രണ്ട് സൈഡിലും, ബസ്സിൻ്റെ രണ്ട് സൈഡിലും വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഡ്രൈവറിനെ ഇപ്പോൾ ഇൻഫോം ചെയ്യണം ബസ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് മിക്ക എല്ലാ പില്ലേഴ്സിലും ഒരു സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LED TV കൊടുത്തിട്ട് നമുക്ക് റൂട്ട് ഡിസ്പ്ലേ ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടി ഒരു LED TV താഴത്തെ പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡ്രൈവേഴ്സ് ക്യാബിൻ എന്ന് പറയുന്നത്. അപ്പം ഡ്രൈവേഴ്സ് ക്യാബിൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു റെഗുലർ ഒരു നോർമൽ ബസ്, ഒരു ഡീസൽ ബസ്സിൽ കാണുന്ന പോലെ രീതിയിലുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. വലിയ രീതിയിൽ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒരു റെഗുലർ ഒരു ഡ്രൈവേഴ്സ് ക്യാബിൻ അല്ലെങ്കിൽ ഡ്രൈവേഴ്സ് ഒരു കൺസോളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഒരു പോർഷനിൽ വന്നിരിക്കുന്നത്. ലെതർ സീറ്റ്സ് ആണ് ഡ്രൈവറിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും നമുക്കിന്ന് മീഡിയ ആൾക്കാർക്ക് എല്ലാവർക്കും ഇന്ന് ഷൂട്ട് ചെയ്യാൻ കൊടുത്തൊരു ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരുവിധം എല്ലാ മീഡിയ പേഴ്സൺസും ഇന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണിപ്പം വീഡിയോ എടുത്തുകൊണ്ട് ഇപ്പോൾ ബസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഈ ഒരു പോർഷനിലായിട്ട് ഒരു LED സ്ക്രീൻ കാണാം. അതേപോലെ നമുക്ക് ഡ്രൈവറിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് സ്റ്റിയറിംഗ് കോളത്തിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ അശോക് ലേലൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് സ്റ്റിയറിംഗിൻ്റെ നടുക്കായിട്ട് കാണാൻ സാധിക്കും. ഒരു 4 സ്പോക്ക് സ്റ്റിയറിംഗ് യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിന് പുറമെ കൺസോളൊക്കെ സെയിം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു മോണിറ്റർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു മോണിറ്ററിൽ വളരെ എളുപ്പം നമുക്ക് ബസ്സിൻ്റെ ബാക്കിലത്തെയും അതേപോലെ ഇൻറ്റീരിയർ ഈ പറഞ്ഞ CCTV വിഷ്വൽസ് ഒക്കെ കാണാനുള്ള സ്ക്രീനാണ്. ഗിയർ സെലക്ടർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ്. നമുക്കൊരു 4 സ്വിച്ച് എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് റിവേഴ്സ്, പാർക്ക്, ഡ്രൈവ്, അതേപോലെ എന്ന് പറയുന്ന മോഡ് വരുന്നു. ബേസിക്കലി എന്ന് പറയുന്ന കുറച്ച് ഒരു ഹാർഡായിട്ടുള്ള ഇൻക്ലൈൻ കയറാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന മോഡ് കൊടുത്തിരിക്കുന്നത്. ബാക്കി കുറേ ബട്ടൺസും കാര്യങ്ങളും ബാറ്ററി കട്ട് ഓഫ് ബട്ടണും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഹൈഡ്രോളിക് അസിസ്റ്റ് ഉള്ള ഡോർസ് വരുന്നുണ്ട്. ശരിക്കും വളരെ വൈഡ് വിസിബിലിറ്റി ഉള്ളൊരു ക്യാമ്പയിനാണ് ക്യാബിനാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ ഒരു ബസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നല്ല രീതിയിലുള്ള ഒരു ലൈറ്റ് പ്രസൻസ് നമുക്ക് ക്യാബിനിൽ ഒരു രീതിയിൽ ക്ലോസ്ട്രോഫോബിക് ഫീൽ തോന്നുന്ന രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി മേളത്തെ ഭാഗം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. കാര്യം അതാണ് നമുക്ക് മെയിനായിട്ട് അറിയേണ്ടതും മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് മുകളിലോട്ട് പോവാം. അപ്പം ഈ പറഞ്ഞ പോലെ സീറ്റ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലൂവും ഒരു ഗ്രീൻ കോംബോയിൽ നമുക്ക് ഒരു ഫ്രെയിം ഗ്രീൻ ഷെയ്ഡിലും അതേപോലെ സീറ്റ്സിൻ്റെ അപ്പോൾസ്ട്രി ഒരു ബ്ലൂ ഷെയ്ഡിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുകളിലത്തെ ഡെക്കിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് എല്ലാ സൈഡിലും ഗ്രാബ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. വളരെ എളുപ്പം നമുക്ക് പിടിച്ച് കയറാൻ പറ്റുന്ന, കുറച്ച് പ്രായമായിട്ടുള്ളവർക്കായാൽ പോലും കംഫർട്ടബിളായിട്ട് കയറാൻ വേണ്ടി ഗ്രാബ് ഹാൻഡിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പർ ഡെക്കിലേക്ക് വരുമ്പം നമുക്ക് ഈ ഒരു സീറ്റ്സ് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ്. കുറച്ചധികം ദൂരയാത്രയ്ക്കായാൽ പോലും ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു സിറ്റി സർവീസ് ബസ് എന്ന രീതിയിൽ നോക്കുമ്പോഴത്തേക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് പുറമെ ഞാൻ ഈ പറഞ്ഞ പോലെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 65 സീറ്റ്സ് ആണ്. 65 2 ഡെക്കും കൂടെ ചേർത്ത് 65 സീറ്റാണുള്ളത്. അതുകൂടാതെ ഡ്രൈവർ സീറ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ 65+D എന്നുള്ള കോൺഫിഗറേഷനിലാണ് സീറ്റിംഗ് കപ്പാസിറ്റി വന്നിരിക്കുന്നത്. ശരിക്കും വൈഡ് ആയിട്ടുള്ളൊരു അപ്പർ ഡെക്ക് തന്നെയാണ്. ഏറ്റവും ഫ്രണ്ടിലത്തെ സീറ്റ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത നമുക്ക് ഫ്രണ്ടും കൂടെ വളരെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. അതേപോലെ എല്ലാ സീറ്റ്സിലും നമുക്ക് ചാർജിങ് ടൈപ്പ് A ചാർജിങ് USB സ്ലോട്ട്സ് കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ്സ് വരുന്നുണ്ട്. ഫ്രണ്ടിലത്തെ വ്യൂ നമ്മൾ കണ്ടാൽ ഈ ഗ്ലാസ്സിൽ വളരെ നല്ല ഭംഗിയോടുകൂടി നമുക്ക് ഫ്രണ്ട് വ്യൂവും സൈഡ് വ്യൂ കാണാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ആദ്യത്തെ 4 സീറ്റ്, അതായത് ഫ്രണ്ടിലത്തെ 4 സീറ്റ്സ് എന്ന് പറയുന്നത് ഗ്രാബ് ഹാൻഡിൽസും ക്യാമറയും സ്പീക്കറും കാര്യങ്ങളെല്ലാം ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇൻ കേസ് നമ്മളുടെ ഡ്രൈവർ എന്തെങ്കിലും അനൗൺസ്മെൻ്റ് ഒക്കെ നടത്തുകയാണെങ്കിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടി സ്പീക്കേഴ്സ് എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു റൂമി ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു വൈഡ് ആയിട്ടുള്ള ഒരു വിട്ടുള്ള ഒരു ക്യാബിൻ തന്നെയാണ്. നമുക്ക് ഇത്രയും കംഫർട്ടബിൾ ആയിട്ട് ഈ ബസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഇറങ്ങാനൊക്കെ സാധിക്കും. സ്റ്റോപ്പ് സ്വിച്ച് ഈ ഒരു പോർഷനും കൊടുത്തിട്ടുണ്ട്. ഫയർ എക്സ്റ്റിങ്വിഷർ ഇവിടെ വരുന്നുണ്ട്. എമർജൻസി സ്വിച്ച് നമുക്ക് ഓരോ ഈക്വലായിട്ട് ഓരോ ഇൻ്റർവെൽസിലും ഓരോ ഗ്യാപ്പിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിലത്തെ 2 സീറ്റ്സ് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെയും ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്കിപ്പം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ പറയുകയാണെങ്കിൽ ശരിക്കും വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബസ്സിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് വന്നിട്ടുണ്ട്. ആൻ്റണിയാണ് ഈ ബസ്സിൻ്റെ ബോഡി ബിൽഡ് ചെയ്തിരിക്കുന്ന. ആൻ്റണി എന്ന് പറയുന്ന ബ്രാൻഡാണ്. നമ്മൾ പ്രകാശ് പോലെ തന്നെ മുംബൈയിലുള്ള ഒരു ബ്രാൻഡാണ് ആൻ്റണി. ആൻ്റണി തന്നെയാണ് ബോംബെയിലുള്ള ഡബിൾ ഡെക്കർ ബസ്സസും ഈ പറഞ്ഞ സ്വിച്ചിൻ്റെ ബസ്സിൻ്റെ ഒക്കെ ബോഡി ബിൽഡ് ചെയ്യുന്ന ആൻ്റണി തന്നെ. അപ്പോൾ ആൻ്റണിയുടെ ബോഡിയാണ് നമുക്ക് ഈ ഒരു സ്വിച്ചിൻ്റെ ബസ്സിന്, ഈ ഒരു ഇലക്ട്രിക് ഡബിൾ ഡെക്കർ ബസ്സിന് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഒരു KSRTC സ്വിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കുറേ അധികം പുതിയ
പുതിയ മോഡലുകൾ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ശരിക്കും മാറ്റം വരേണ്ട കുറേ പുതിയ മോഡലുകൾ സ്വിഫ്റ്റ് നമ്മളുടെ KSRTCയുടെ ഫ്ലീറ്റിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. സിറ്റി സർക്കുലർ സർവീസിന് യൂസ് ചെയ്തിരിക്കുന്നത് PMIയുടെ റീജിയോ സീരീസിലുള്ള ബസ്സും അതേപോലെ ഐഷറിൻ്റെ ഇലക്ട്രിക് ബസ്സുകളാണ്. അപ്പോൾ ഇത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ട്രിവാൻഡ്രം സിറ്റിയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സുകളാണ്, നമ്മൾ സ്ഥിരം കാണുന്ന ബസ്സുകളാണ്. അതേപോലെ തന്നെ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറാൻ ചാൻസ് ഉള്ളൊരു ബസ് തന്നെയാണ് ഈ ഒരു ഓപ്പൺ ഡബിൾ ഡെക്കർ ഇലക്ട്രിക് ബസ് എന്ന് പറയുന്നത്. ഏകദേശം 2 കോടി രൂപയാണ് ഈ ബസ്സിൻ്റെ വില എന്ന് പറയുന്നത്. ഇതിന് പുറമെ ഒരു ബസ്സും കൂടെ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തേക്ക് എത്തുന്നുണ്ട്. അതിൻ്റെ പക്ഷേ കളർ ഷെയ്ഡ് ബ്ലൂ ആയിരിക്കും. അത് മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു ഡീറ്റെയിൽ റിവ്യൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.